ചാണ്ടി ഉമ്മനെ പോലെ ഈ ലൈഫ് ജാക്കറ്റും ഒക്കെ ഇട്ട് ആ വെള്ളത്തിൽ നീന്തി തുടിക്കണമെന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണ്ടേ? അതിനെ ഏകോപിപ്പിക്കേണ്ടത് ആരാണ്? മുഖ്യമന്ത്രിയല്ലേ. ആ മുഖ്യമന്ത്രി ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചാൽ, നമ്മുടെ സംവിധാനത്തിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ചാൽ അത് പിന്നെ ആരാണ് കേൾക്കുക? ആരാണ് ഇടപെടേണ്ടത്? മുഖ്യമന്ത്രിയല്ലേ. ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ വലിയ പാളിച്ചകൾ സംഭവിക്കുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വേണ്ടത്ര സൗകര്യങ്ങളില്ല എന്ന് ദുരന്ത ബാധിതർ തന്നെ മാധ്യമങ്ങളോട് പറയുന്നു. ഈ സാഹചര്യവുമുണ്ട്. പത്തനംതിട്ടയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ ദുരവസ്ഥയാണ്. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചത്. അതിന് മുഖ്യമന്ത്രി ആദ്യം നൽകിയ മറുപടി എന്ന് പറയുന്നത്, ഒരു ദുരിതാശ്വാസ ക്യാമ്പിലും ഒരു പ്രശ്നങ്ങളുമില്ല, എല്ലായിടത്തും ഭക്ഷണവും വെളിച്ചവും മരുന്നും ലഭ്യമാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹത്തിന് മുന്നിൽ ഉദാഹരണങ്ങൾ സഹിതം പറഞ്ഞു. ചില ക്യാമ്പുകളിൽ പക്ഷേ കഴിഞ്ഞ ദിവസം രാത്രി വരെയും വെളിച്ചമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഭക്ഷണം എത്തിയിട്ടില്ല, മരുന്ന് എത്തിയിട്ടില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ അങ്ങനെയുള്ള തുടർ ചോദ്യങ്ങളെ അദ്ദേഹം പാടെ അവഗണിക്കുന്നതാണ് പിന്നീട് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നിരവധി ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പേരടക്കം നമ്മൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷേ അതൊന്നും തന്നെ കേൾക്കാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല എന്നുള്ളതാണ്. അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റ് രണ്ട് വിഷയങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, ജിനീഷിന്റെ പ്രത്യേകിച്ചും ജിനീഷ് ഉൾപ്പെടെയുള്ള MLA-മാരെ വിളിച്ചിട്ടില്ല എന്നുള്ളൊരു പരാതി. അതിൽ അദ്ദേഹം നൽകിയൊരു ന്യായീകരണം എന്ന് പറയുന്നത്, താൻ അങ്ങനെ എല്ലാ MLA-മാരെയും വിളിച്ച് അവിടെ ഒരു യോഗം ചേരാൻ പോയതല്ല, എല്ലാ മണ്ഡലങ്ങളിലും പോകാൻ പോയ ആളല്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകമായി ചില ഇടങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചാണ് പോയിട്ടുള്ളത്. കുട്ടനാട് MLA-യുടെ പരാതി, അത് അദ്ദേഹം രാവിലെ തന്നെ പറഞ്ഞിരുന്നു റെജി ചെറിയാൻ. അതായത് മുഖ്യമന്ത്രിയെയോ റവന്യൂ മന്ത്രിയെയോ വിളിച്ചാൽ ഫോണിൽ പോലും ലഭിക്കുന്നില്ല എന്നുള്ളത്. അതിന് ഒരു ന്യായീകരണം എന്നുള്ളത് അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ടുള്ളൊരു മറുപടിയാണ് നൽകിയിട്ടുണ്ടായിരുന്നത് മുഖ്യമന്ത്രി. അതായത് അത് താൻ മന്ത്രിസഭാ യോഗത്തിലായിരുന്നു, അതുകൊണ്ടാണ് എടുക്കാൻ കഴിയാതെ പോയത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഈ വിഷയങ്ങളിൽ ഒന്നും തന്നെ, അതായത് ദുരിതാശ്വാസ ക്യാമ്പുകൾ സംസ്ഥാന വ്യാപകമായി പലയിടങ്ങളിലുണ്ട്, പലതും വളരെ മോശം അവസ്ഥയിലുണ്ട്. അതിലൊന്നും ഒരു തരത്തിലുള്ള ഇടപെടലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു വിമർശനം ഉയരുന്നൊരു പശ്ചാത്തലത്തിലാണ് ഇതടക്കമുള്ള കാര്യങ്ങൾ മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയോട് ചോദിച്ചത്. മാധ്യമങ്ങളിലൂടെ ഈ ദുരന്തബാധിത മേഖലകളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമപ്രവർത്തകർ, അവരോട് ജനങ്ങൾ സംസാരിക്കുന്നതിൽ നിന്നാണ് ഇക്കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ മുമ്പാകെ കൊണ്ടുവരുന്നത്. അപ്പോൾ ആ വിവരങ്ങൾ കേട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് സർക്കാർ സംവിധാനത്തിൽ കൂടെ ലഭിക്കുന്ന വിവരങ്ങൾക്ക് വിരുദ്ധമാണ് മാധ്യമപ്രവർത്തകർ പങ്കുവെക്കുന്ന വിവരങ്ങളെങ്കിൽ അത് കേൾക്കുക, അത് കേട്ടുകൊണ്ട് പരിശോധിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക, അതിലിടപെടുക. ഇതൊക്കെയാണ് സാധാരണ ഇത്തരം സാഹചര്യം വന്നാൽ ചെയ്യാറുള്ള രീതികൾ. ഇതാണ്. പക്ഷേ ഇത് അദ്ദേഹം കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്ന് പറയുന്നത് നിർഭാഗ്യകരമായ ഒരു സാഹചര്യമാണ്. 4-ലധികം തവണ അദ്ദേഹം ഈ ഒരു വിഷയത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ നമ്മൾ ചോദിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ആ ചോദ്യത്തെ തന്നെ പാടെ അവഗണിക്കുകയായിരുന്നു. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് അവസാനം ഈ വാർത്താ സമ്മേളനം അവസാനിക്കുന്നതിന് മുൻപും അദ്ദേഹത്തോട് സൂചിപ്പിച്ചത്, ചില പ്രത്യേകമായി നമ്മുടെ ശ്രദ്ധയിൽ വന്ന ക്യാമ്പുകളുടെ വിവരങ്ങൾ നൽകാം അങ്ങേക്ക്, അതിൽ ഒന്ന് പരിശോധന നടത്തണം എന്നൊരാവശ്യം പോലും മുന്നോട്ട് വെച്ചു. പക്ഷെ അതുപോലും കേൾക്കാൻ കൂട്ടാക്കാത്ത തരത്തിലുള്ളൊരു നിലപാട്, ആ രീതിയിലുള്ളൊരു സമീപനമായിരുന്നു മുഖ്യമന്ത്രിയുടേത് എന്നുള്ളത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ് എന്നുള്ളതിൽ അപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. ദുരന്ത മുഖത്ത് കേരളം നിൽക്കുമ്പോൾ ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി അക്കാര്യങ്ങൾ ജനങ്ങൾക്ക് ആത്മവിശ്വാസം പകർന്നും സർക്കാർ സംവിധാനങ്ങളും ഉദ്യോഗസ്ഥരും ഒരു വീഴ്ചയുമില്ലാതെ വളരെ ചിട്ടയോടെ പ്രവർത്തന രംഗത്ത് ഇറങ്ങാനും ഒക്കെ വേണ്ടിയുള്ള വലിയ ഊർജം പകരുന്നതാണ്, വളരെ ഗൗരവമുള്ളതാണ്. പക്ഷേ അപ്പോഴൊക്കെ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചാൽ അദ്ദേഹം മുൻവിധിയോടെ ഇതിനെ സമീപിക്കുന്നു എന്ന പ്രധാന പ്രശ്നം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് പറയാതെ വയ്യ. ഒരു മാധ്യമപ്രവർത്തകൻ, ദൃശ്യമാധ്യമപ്രവർത്തകൻ, മറ്റൊരു മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ പേരോ അല്ലെങ്കിൽ ആ സ്ഥാപനമൊന്നും ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത്, ഇന്നലെ എഴുതിയതാണ്, ഇന്നലത്തെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ആറന്മുളയിലെ ദുരിതബാധിത പ്രദേശങ്ങൾ നേരിട്ട് സന്ദർശിക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ എത്തുക മല്ലപ്പുഴശ്ശേരി പഞ്ചായത്തിലാണെന്ന് നേരത്തെ അറിയിച്ചിരുന്നു, ആറന്മുള നിയോജക മണ്ഡലത്തിൽ. അപ്പോൾ കൃത്യം 1:19 ആയപ്പോഴേക്കും പൈലറ്റ് വാഹനം എത്തി, പിന്നാലെ 1-ാം നമ്പർ കാറും. 1:20 മുഖ്യമന്ത്രി വന്നു, മുണ്ടുമടക്കി കുത്തി മുന്നോട്ട് നടന്നു, വെള്ളമുള്ള സ്ഥലത്തിന് തൊട്ടു മുമ്പ് നിന്നു. അബിൻ വർക്കി MLA കൈ ചൂണ്ടി പ്രദേശം കാണിച്ചു കൊടുത്തു. മുഖ്യമന്ത്രി ചുറ്റുമൊന്ന് നോക്കി, 1:22 മടങ്ങി. അതായത് 1:19 പൈലറ്റ് വാഹനമെത്തി, 1:20 മുഖ്യമന്ത്രി എത്തി, 1:22 മുഖ്യമന്ത്രി മടങ്ങി. ഇതാണ് ഒരു മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയ ഒരു അനുഭവം, അവരുടെ ഒരു അനുഭവം പങ്കുവച്ചതാണ്. അല്ലാതെ ഇവിടെ എഴുതുന്നൊരു കാര്യമുണ്ട്, വെള്ളമുള്ള സ്ഥലത്തിന് തൊട്ടു മുമ്പ് നിന്നു, അത് വളരെ നന്നായി. അല്ലാതെ നമ്മുടെ ചാണ്ടി ഉമ്മനെ പോലെ
ഈ ലൈഫ് ജാക്കറ്റും ഒക്കെ ഇട്ട് ആ വെള്ളത്തിൽ നീന്തി തുടിക്കണമെന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷേ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണ്ടേ? അതിനെ ഏകോപിപ്പിക്കേണ്ടത് ആരാണ്? മുഖ്യമന്ത്രിയല്ലേ. ആ മുഖ്യമന്ത്രി ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചാൽ, നമ്മുടെ സംവിധാനത്തിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ചാൽ അത് പിന്നെ ആരാണ് കേൾക്കുക? ആരാണ് ഇടപെടേണ്ടത്? മുഖ്യമന്ത്രിയല്ലേ. അതുകൊണ്ടല്ലേ അദ്ദേഹത്തോട് ചോദിക്കുന്നത്.